കാണുന്ന അമ്മയില്ലേ, രേണുസുതി. രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് വരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാമെന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, എന്നൊക്കെ എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ, ഞാൻ അച്ഛന് ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് നടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് കേട്ടപ്പെട്ട. അങ്ങനെ രേണു സുധിയുമായിട്ടുള്ള കല്യാണക്കാരിയാണ് ഇപ്പോൾ കിച്ചു പറയുന്നത്. അതായത് സുധിയുടെ മകനായിട്ടുള്ള കിച്ചു രേണുവുമായിട്ടുള്ള വിവാഹം എങ്ങനെയാണ് നടന്നത് എന്നതിനെ കുറിച്ചാണ് കിച്ചു വളരെയധികം വ്യക്തമാക്കി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോക്കകത്ത് കിച്ചു തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് കിച്ചു ഇപ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ബാക്കി കൂടി കേൾക്കാം, എന്നിട്ട് വിശദമായിട്ട് തന്നെ പറയാം. കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്ത് ചെല്ലുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി, പാറു, ഞാൻ അങ്ങനെയുള്ള ഒരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പുറത്തേക്ക് കളിക്കണം, പക്ഷേ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ് അല്ലാണ്ട്. കിച്ചു ശരിക്കും പറഞ്ഞാൽ സുധിയുടെയും അതോടൊപ്പം തന്നെ രേണുവിൻ്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവര് കോട്ടയത്തേക്ക് പോയി താമസിക്കുന്ന ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ഇവരുടെ ഈ കല്യാണശേഷമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അറിയത്തില്ല. പക്ഷെ കിച്ചു ഇതിപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നതിനെ കുറിച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ പലർക്കും കൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം, അതായത് കിച്ചുവിന് അനുഭവിക്കേണ്ടി വന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയും ഇതിൻ്റെ അകത്ത് കിച്ചു തുറന്നടിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ ആദ്യമൊക്കെ തന്നെ വളരെ നല്ല രീതിയിലായിരുന്നു. അതായത് കിച്ചു അതോടൊപ്പം തന്നെ രേണു, സുധി ഇവർ തമ്മിലുള്ള ആ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് പോകെ പലതരത്തിലുള്ള മാറ്റങ്ങൾ പലരിലും പ്രകടമായി തുടങ്ങി എന്നുള്ള തരത്തിൽ തന്നെയാണ് കിച്ചു പറയുന്നത്. ഒരു മാറ്റം എന്തൊക്കെയോ പറയണോ എനിക്ക് ബാക്കി പറയാം. കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇങ്ങനെ ആകാൻ ഒരു കാരണം അതുമല്ല, അത് വേറെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ അവിടെ തൊട്ടാണ് എൻ്റെ ഒരു ഒരു തുടക്കം. വീട്ടിൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടർ കളിച്ച് ഇങ്ങനെ അതിനകത്ത് തന്നെ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ എനിക്ക് ഫുഡ് വരും പോകും. ഇടയ്ക്ക് കൃതപ്പം വരും റൂമിൽ വന്നിരിക്കും. കൃതപ്പം ഞാൻ മടി കെട്ടി കീബോർഡിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, അതാണ് ഇവിടെ കിച്ചുവിന് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. കിച്ചു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു റൂമിനകത്ത് ഒരു കമ്പ്യൂട്ടർ, അതിൽ ഗെയിം കളിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് അച്ഛൻ ഫുഡ് കൊണ്ട് കൊടുക്കാനായിട്ട് അച്ഛൻ മാത്രം റൂമിൽ വരും എന്നുള്ള തരത്തിൽ. ഇടയ്ക്ക് ഋതപ്പൻ വരും, ഋതപ്പനെയും മടിയിൽ വെച്ച് ഗെയിം കളിക്കുന്ന തരത്തിലോട്ട്. അപ്പോൾ ഇതിൽ രേണുവിൻ്റെ പേര് എവിടെയും കിച്ചു പറയുന്നില്ല. അപ്പോൾ അച്ഛനും അതോടൊപ്പം തന്നെ മകനുമായിട്ടുള്ള ആ ഒരു കോൺടാക്ട്, ആ ഒരു തരത്തിൽ മാത്രമാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ളത് കിച്ചു ഇതിൽ നിന്ന് പറയുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയായിട്ട് കിച്ചു മാറി എന്നുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി. അപ്പം എനിക്ക് അപ്പം പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പൻ ഉണ്ട് ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറേ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ നോക്കി ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നത്. കിച്ചു പറഞ്ഞതുപോലെ ഇത്രയും പേരുടെ, അതായത് കിച്ചു പറഞ്ഞ ആ ഒരു എണ്ണം തന്നെ നോക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും, രേണു തൊട്ട് കുടുംബത്തിലുള്ളവരെല്ലാവരെയും കിച്ചു അതോടൊപ്പം തന്നെ ഋതപ്പൻ എല്ലാവരുടെയും ചെലവ് ഒറ്റയ്ക്കായിരുന്നു സുധി നോക്കിയിരുന്നത്. മനസ്സിലായോ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല.
ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു വിഷമമാവുമോ, ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഇതൊന്നും ഓരോ കാര്യം പറയാത്തതും ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയില്ലേ നിർത്താമെന്ന് പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്, ഞാൻ ആദ്യം വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10 കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവനായിട്ടാ കമ്പനി എടുത്തിട്ടുള്ളത്. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. ഇത് അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനെ കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവം ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി. ഇതൊക്കെ പറയണോ, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഇതൊക്കെ. ഇതിൽ നിന്നും, അതായത് കിച്ചുവിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും വളരെയധികം വ്യക്തമാണ് ഈ വ്യക്തി, അതായത് കിച്ചു ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരു സ്ട്രഗിൾ എത്രത്തോളമാണ് എന്നുള്ളത്. പുള്ളിക്കത് പറയണമെന്നുണ്ട്, പല കാര്യങ്ങളും പറയണമെന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും തന്നെ ആരും അറിയുന്നില്ല, എന്താണ് ഒരു റിയാലിറ്റി എന്നുള്ളതൊന്നും തന്നെ ആരും അറിയുന്നില്ല. പക്ഷെ കിച്ചു തന്നെ ഇത് തുറന്നടിച്ച് പറയുമ്പോഴത്തേക്കും അതിൽ എത്രത്തോളം കിച്ചു അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റുമെന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പറയേണ്ടതെന്ന് അറിയത്തില്ല, മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തി ഇങ്ങനെ കൂടി ഇരുത്തുന്നത്. അവനാകുമ്പം അവന് നല്ലോണം അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത് പറയാൻ വരുന്നത്, എന്താ എൻ്റെ മനസ്സിൽ. അതെൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം ഞാൻ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മമാർക്കറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും ഇതിൽ കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ല അമ്മമാർ സംസാരിക്കും, അതാണ് ഒരു പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. എവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ് അങ്ങനെ കൂട്ടുകാർക്ക് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടിൽ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു, ആരുമില്ല, ഇങ്ങനെ ഗെയിം കളിച്ച് സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതിങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി, കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ല, ഇങ്ങനെ പൊക്കൊണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണെങ്കിലും ഞാനും അച്ഛനും സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ സംസാരിക്കും ഓരോ കാര്യങ്ങൾ, ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്നോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. ഇതവിടെ തന്നെ നിന്ന് അങ്ങനെ പോകുന്നു. അപ്പം ഒരു ദിവസം അച്ഛൻ ഞാൻ ആളുടെ ഒരു അവസ്ഥ നോക്കണേ. ശരിക്കും പറയാം കിച്ചു ഇത് പറയുമ്പോഴത്തേക്ക് ആ പുള്ളിയുടെ ഒരു അവസ്ഥ നോക്കണം. കാരണം ആ ഒരു വീട്ടിലേക്ക് ചെന്ന് താമസിക്കാനായിട്ട് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ വരണ്ട എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കിച്ചു അനുഭവിക്കുന്ന ഒരു വേദന എത്രത്തോളമാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അച്ഛൻ ഞാൻ ഷൂട്ട് കാര്യം പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നേക്കാം. അപ്പം ഒരു ദിവസം അച്ഛൻ പറഞ്ഞിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛൻ അങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊരു ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ വിഷമം. അതായത് ഈ പറയുന്ന രേണു എന്തെല്ലാമാണ് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്, ഭയങ്കര സ്നേഹമാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ കിച്ചു എന്താണ് ഇപ്പൊ പറഞ്ഞത് തുറന്നടിച്ച്? അച്ഛൻ്റെ അടുത്ത് ഈ പറയുന്ന രീതിയിൽ അച്ഛൻ്റെ കൂടെ പോകുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള തരത്തിൽ കിച്ചു പറയുന്നു. അപ്പൊ ആര് പറയുന്നത് വിശ്വസിക്കണം? ശരിക്കും പറഞ്ഞ അപ്പോൾ ഈ പറയുന്ന രേണു പറഞ്ഞതൊക്കെ തന്നെയും കള്ളത്തരമായിരുന്നു, അല്ലെങ്കിൽ ഒരു നാടകമായിരുന്നു. കിച്ചു ഇപ്പൊ ഈ തുറന്നടിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ പണി കിട്ടിയിരിക്കുന്നത് രേണുവിനാണ് എന്നതിൽ സംശയമില്ല. കാരണം രേണു എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഓൺലൈൻ മീഡിയാസിനോടും അതോടൊപ്പം തന്നെ അല്ലാതെയൊക്കെ തന്നെയും കിച്ചുവിനോട് ഭയങ്കര കാര്യമാണ്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ തന്നെ. പക്ഷെ ഈ കിച്ചു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു മകന് ഒരു അച്ഛനോടൊപ്പം സംസാരിക്കുന്നതായാലും പോകുന്നതായാലും ഒക്കെ തന്നെയും അതൊക്കെ തന്നെയും എതിർക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ തന്നെയും താല്പര്യമില്ലാത്ത ഒരു തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറിയെന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രത്തോളം ഈ പറയുന്ന കിച്ചു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഈ കിച്ചുവിന് ശരിക്കും പറഞ്ഞാൽ
ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ആ ഒരു തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കിച്ചുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷെ ആ ഒറ്റപ്പെടലിലേക്ക് പുള്ളി പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ശ്രുതി ഉണ്ടായിരുന്ന ടൈം ആയാലും രേണു എന്ന് പറയുന്നത് ഇപ്പോൾ കിച്ചുവിൻ്റെ സ്വന്തം അമ്മ അല്ലെങ്കിൽ പോലും അമ്മയുടെ സ്ഥാനത്താണ്. അപ്പൊ കിച്ചുവിനെ ആ ഒരു രീതിയിൽ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അകറ്റി നിർത്തുകയാണോ രേണു അവിടെ ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരും കിച്ചുവിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ. അപ്പൊ രേണു ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തായിരുന്നു കിച്ചുവിനെ കുറിച്ച്? അപ്പോൾ അതൊക്കെ തന്നെ വെറും ഒരു നാടകം മാത്രമായിരുന്നു എന്ന് 100% ഉറപ്പിക്കുന്ന തരത്തിലോട്ടാണോ ഇപ്പൊ കിച്ചു പറഞ്ഞ ഈ ഒരു വാക്കുകൾ എന്ന് പറയുന്നത്? ശരി, കിച്ചുവിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് മുഴുവനുകളെ കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാവും എന്തൊക്കെയാണ് പുള്ളിക്കാരൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, വേദനകൾ, എന്തൊക്കെയാണ് സ്ട്രഗിൾ ചെയ്തതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് കിച്ചു ഇതിൻ്റെ അകത്ത് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രേണു, കിച്ചുവിൻ്റെ അമ്മ, ഈ പറയുന്ന രീതിയിൽ സ്വന്തം അമ്മ അല്ലെങ്കിൽ പോലും അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി. അപ്പോൾ രേണുവിൽ നിന്നും എന്താണ് ഉണ്ടായത് എന്നുള്ളത് കിച്ചു ഈ വീഡിയോയിൽ തുറന്നടിച്ച് പറയുന്നുണ്ട്. അപ്പോൾ രേണു ഇതിന് മുന്നേയൊക്കെ തന്നെ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത് കിച്ചുവിനോടുള്ള സ്നേഹം, ഇഷ്ടമൊക്കെ തന്നെ ആ ഒരു രീതിയിൽ ഭയങ്കര വാതോരാതെ പറഞ്ഞതും ഒക്കെ തന്നെയും എന്തായിരുന്നു? അപ്പൊ ഇതായിരുന്നു യഥാർത്ഥത്തിൽ രേണുവിൽ നിന്നും ഉണ്ടായ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ കിച്ചുവിനെ എന്തൊക്കെയോ തുറന്ന് പറയണമെന്നുള്ള ആ ഒരു തരത്തിലോട്ടാണ് കിച്ചു ഓരോന്ന് തുറന്ന് പറയുന്നത്. പക്ഷെ മുഴുവിപ്പിക്കുന്നില്ല. എന്തൊക്കെയോ തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷെ തുറന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നിട്ട് പോലും പുള്ളിക്കാരൻ ഇത്രയും തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? രേണുവിന്റെ നാടകം പൊളിഞ്ഞോ? അല്ലെങ്കിൽ രേണു ഈ കാണിച്ച സ്നേഹവും ഇഷ്ടവും എല്ലാം തന്നെ വെറും ഒരു നാടകം മാത്രമായിരുന്നു? ഈ രേണുവാണ് എന്താ പറയാ, എന്നെ ജീവിക്കാൻ അനുവദിക്കണം, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഓൺലൈൻ മീഡിയാസിൽ എന്താ പറയാ സെന്റിമെന്റൽ നടത്തുന്നത് ആ ഒരു തരത്തിൽ. അപ്പൊ രേണു ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ കിച്ചു തുറന്നടിച്ച് പറയുമ്പോഴത്തേക്കും അതിൽ കിച്ചു അനുഭവിച്ച വേദനകൾ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? അപ്പൊ ആരുടെ ഭാഗത്താണ് ഈ പറയുന്ന ആൾക്കാർ നിൽക്കേണ്ടത്? കിച്ചുവിന്റെ ഭാഗത്താണോ അല്ലെങ്കിൽ രേണുവിന്റെ ഭാഗത്താണോ? കിച്ചു പറയുന്നതാണോ ശരി, രേണു പറയുന്നതാണോ ശരി? അല്ലെങ്കിൽ കിച്ചു പറയുന്നത് നുണയാണോ, രേണു പറയുന്നതാണോ നുണ? കൈവിട്ട് പോകുന്ന തരത്തിലോട്ടാണ് ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറയുന്നത്. കിച്ചുവിന്റെ ഈ ഒരു തുറന്നു പറച്ചിലും കൂടി ആയപ്പോഴത്തേക്കും രേണുവിന് ഇത് 18ന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കിച്ചു തുറന്നടിച്ച് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ രേണുവിന്റെ പ്രതികരണം തിരിച്ച് എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണും.